ഇവിടെ ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ട്രെയിനിങ് പാർട്ട് 02 എന്നുള്ള രീതിയിൽ നമ്മൾക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഇത് പിന്നീട് ഇവിടെ കൂടുതൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് നമ്മൾക്ക് ഈ ഫയൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഫയൽ ഇങ്ങനെ ഇത് സെലക്ട് ചെയ്യുക, ഇവിടെ പിടി സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫയൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഫയലിൽ ഇവിടെ സേവ് ആസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. സേവ് ആസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾക്കിത് എങ്ങോട്ടാണ് ലൊക്കേഷൻ, ഏത് ലൊക്കേഷനാണ് സേവ് ചെയ്യണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിൽ ഞാനിവിടെ ഫോട്ടോഷോപ്പ് ട്രെയിനിങ് പാർട്ട് 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഫോട്ടോഷോപ്പ് ട്രെയിനിങ് പാർട്ട് 02 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഫോർമാറ്റ് എന്നുള്ളിടത്ത് ഫോട്ടോഷോപ്പ് അഥവാ PSD എന്നുള്ള ആ ഒരു ഫോർമാറ്റാണ് സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് സേവ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾക്കിതങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. നോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, പക്ഷേ എങ്കിൽ ഇവിടെ കണ്ടോ, നമ്മൾ ഈ ഫോട്ടോഷോപ്പ് ഫോർമാറ്റിൽ സേവ് ചെയ്തായിരുന്നു നമ്മൾക്ക് പിന്നീട് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട്. അകത്ത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് വീണ്ടും ഓപ്പണായി വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾക്ക് യൂട്യൂബിലിടുന്ന രീതിയിൽ, അതായത് നമ്മൾക്കൊരു ഇമേജ് ഇതുപോലത്തെ ഒരു ഇമേജായിട്ട് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഫോട്ടോഷോപ്പ് എടുക്കുന്നു. ഇവിടെ ഫയൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അതായത് ഇത് സെലക്ട് ചെയ്യണം കേട്ടോ ആദ്യം. അതായത് നമുക്ക് വേണ്ടതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യാൻ. എന്നിട്ട് ഫയൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. എന്നിട്ട് സേവ് ആസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സേവ് ആസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലൊക്കേഷൻ ചോദിക്കുന്നതാണ്. ലൊക്കേഷൻ ഞാൻ ഡെസ്ക്ടോപ്പിലൂടെ തന്നെ കൊടുക്കുന്നു. ഫോട്ടോഷോപ്പ് ട്രെയിനിങ് പാർട്ട് 02 എന്ന് പറഞ്ഞാണ് ഫയൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്കിൽ ഞാൻ ഫോർമാറ്റ് ഞാൻ JPEG ഫോർമാറ്റിലോട്ടാണ് മാറ്റുന്നത്. JPEG സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾക്ക് വേണ്ട പോലെ ഇവിടെ മാറ്റങ്ങളൊക്കെ വരുത്തും. നമുക്ക് ഏത് പേരിലാണ് സേവ് ചെയ്യേണ്ടത് വെച്ചാൽ ആ പേരിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഡെസ്ക്ടോപ്പിലോട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫയൽ നെയിം കൊടുത്തു, ഫോർമാറ്റും കൊടുത്തു, സേവ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഫയലിൻ്റെ സൈസ് കുറയ്ക്കാനും കൂട്ടാനുമായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ മാക്സിമത്തിൽ ഇട്ടിരിക്കുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി ഇത് മിനിമൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ഡെസ്ക്ടോപ്പിൽ ഇതായി വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഫോട്ടോഷോപ്പ് ട്രെയിനിങ് പാർട്ട് 02 എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഇൻഫർമേഷൻ നോക്കുന്നതിനായിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയും നമ്മൾ ഫയൽ ഇൻഫോ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കിതിൻ്റെ റെസൊല്യൂഷൻ നമ്മൾ യൂട്യൂബിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് പറഞ്ഞ ആ റെസൊല്യൂഷനിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് 1280 × 720 കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഈ ഫോട്ടോ ചെറിയ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താലും പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാലും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾക്ക് ഇവിടെ സേവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏത് ഓപ്ഷനിൽ വേണം നമുക്ക് സേവ് ചെയ്യാം, ഏത് ഫോർമാറ്റിൽ വേണം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വരുന്ന വഴിയിലൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത് നോക്കാം.